ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ ഉറക്കമുണ്ടല്ലോ അതനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾഡ് ആവുക കേട്ടോ. നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ ശ്രമിക്കണം. ഉറക്കം അനുസരിച്ച് ഇവരുടെ ഫുഡിൻ്റെ സമയവും ഫിക്സ് ചെയ്യണം. ഇപ്പം രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉറങ്ങുന്ന മര്യാദാരാമന്മാരായ പിള്ളേർ, രാവിലെ ഉണരുന്ന പിള്ളേരാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഏർലി മോർണിംഗ് ഒരു 8-8:30 ആകുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അതേസമയം രാത്രി മുഴുവൻ അമ്മമാരെയും അച്ഛന്മാരെയും അമ്മമ്മമാരെയും എല്ലാം ഉറക്കാതെ നല്ല നാടകം ഒക്കെ നടത്തി ഒരു വെളുപ്പിനെയാകുമ്പോൾ ഉറങ്ങിയിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവർക്കൊരു ആ എഴുന്നേൽക്കുന്ന സമയം അനുസരിച്ച് 10-10:30 ആകുമ്പം ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ള കേസസിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉണ്ണുന്നൊരു സമയമാകുമ്പോഴായിരിക്കും അവരുടെ നാപ്പിൻ്റെ സമയമാവുക. അതേസമയം രാവിലെ എഴുന്നേറ്റ കുഞ്ഞുങ്ങൾക്കൊരു 11-11:30 ആകുമ്പോൾ നാപ്പ് നടക്കും. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്കും നെക്സ്റ്റ് മന്ത് മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതായത് 7th or 8th മന്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മിഡ് മോർണിംഗ് സ്നാക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ഉച്ചയ്ക്ക് കയറി കിടന്ന് നമ്മൾ മറ്റേ ലഞ്ച് കൊടുക്കാൻ റെഡി ആകുമ്പോൾ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിലോ അവരുടെ ലഞ്ച് ടൈം പിന്നെയും പുഷാവും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സ്നാക്ക് ഈ ഒരു 12 മണി സമയത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഈ രാവിലെ കഴിച്ചത് കൂടാതെ ഒരു ഹെവി എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഹെവി അല്ലേ, അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വരണം. മാംഗോ ഒക്കെ നല്ല റിച്ച് അല്ലേ, കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉണ്ട്. അപ്പം അതുപോലത്തെ ഫ്രൂട്ട്സ് വല്ലതും ഒക്കെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.